بسم الله الرحمن الرحيم ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون صدق الله العلي العظيم. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, സന്മാർഗത്തിലൂടെ സദാ സഞ്ചരിക്കുന്നവരും സംസാരത്തിലും സ്വഭാവത്തിലും സദാചാരത്തിലും സാമ്പത്തിക വ്യവഹാരങ്ങളിലും സദാ സൂക്ഷ്മത പുലർത്തുന്നവരുമായ മുത്തഖീങ്ങളായി മാറാൻ ഒന്നാമതായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്. മനുഷ്യരെ തെറ്റുകുറ്റങ്ങളിലേക്ക് എത്തിക്കുവാൻ പ്രയാസമില്ലാത്ത ഒരു സാമൂഹിക ചുറ്റുപാടിലും അടിപതറാത്ത വിശ്വാസവും അടിതെറ്റാത്ത വിശുദ്ധിയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോകുന്ന തിന്മകൾ നൊമ്പരപ്പെടുന്ന മനസ്സുമായി അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്ന വിനീതരായ വിശ്വാസികളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അവർക്ക് നീ രോഗശമനം നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഇടയിൽ വീടില്ലാത്തവരുണ്ട്, അവർക്ക് സ്വന്തമായി വീട് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് മാനസിക അസ്വസ്ഥതകൾ പേറുന്നവരുണ്ട്, അവർക്ക് സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണം നാഥ. പടച്ചവനെ, കടക്കെണിയിൽപ്പെട്ട കടബാധ്യതയിൽപ്പെട്ട ആളുകൾ, അവർക്ക് നീ ഐശ്വര്യവും സമ്പന്നതയും നൽകി അനുഗ്രഹിക്കണം നാഥ. ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, മഴ വർഷിക്കുകയുണ്ടായി. ചൂടിന്റെ കെടുതികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കരുണാവാരിധിയായ നാഥ, ഞങ്ങൾക്ക് കാരുണ്യത്തിന്റെ തെളിനീർ സുലഭമായി നീ വർഷിച്ചു തരണം തമ്പുരാനെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കലാലയങ്ങൾ കാലങ്ങളായി മധ്യവേനൽ അവധി എന്നും വെക്കേഷൻ എന്നും ഒക്കെ പറയുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതോടൊപ്പം പലരും പുതിയ കോഴ്സുകളെ കുറിച്ചും പുതിയ കലാലയങ്ങളെ കുറിച്ചും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. കഴിഞ്ഞ ദിവസമാണ് SSLC-യുടെയും ശേഷം +2-ന്റെയും റിസൾട്ട്, പരീക്ഷാഫലം പുറത്തു വന്നത്. ആദ്യമേ നമ്മുടെ വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും ഹൃദയംഗമമായി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം അള്ളാഹു അവർക്ക് നല്ല ഭാവി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അള്ളാഹു അവർക്ക് ഖൈർ ചെയ്യട്ടെ. ഈ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട ഒന്ന്, പല മക്കളും പരീക്ഷയിൽ പ്രതീക്ഷിച്ചതുപോലുള്ള മാർക്കോ നിലവാരമോ പുലർത്തണമെന്നില്ല. അത്തരം കുട്ടികളെ ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് കുത്തുവാക്കുകൊണ്ടവരെ വേദനിപ്പിക്കാനോ ഒന്നും നമുക്ക് അവകാശവുമില്ല, ആവശ്യവുമില്ല. ഒന്നാമതായി, നമ്മുടെയും അവരുടെയും മുഴുവൻ ഭാവിയും അള്ളാഹുവിന്റെ കരങ്ങളിലാണുള്ളത്. യർഹമു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കാരുണ്യം വിതറുന്ന, ജീവിതത്തിൽ വമ്പൻ വിജയങ്ങൾ നൽകാൻ കഴിവുള്ള അള്ളാഹു ആണെന്നിരിക്കെ
ഈ പരീക്ഷയാണ് ഏറ്റവും അവസാനത്തെ പരീക്ഷ എന്ന നിലക്ക് ഒരിക്കലും നമ്മൾ കൈകാര്യം ചെയ്യരുത്. രണ്ടാമതായി, വിദ്യാലയത്തിന്റെ പടിവാതിലുകൾ പോലും കാണാത്തവരും പ്രാഥമിക വിദ്യാഭ്യാസം പോലും പൂർത്തീകരിക്കാത്തവരുമായ എത്രയോ മഹാന്മാരെ നമ്മൾ പഠിക്കുകയും പാടിപ്പുകഴ്ത്തുകയും അവരുടെ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ്. എന്ന് മാത്രമല്ല, കുഴിയിൽ വീണുപോയവന്റെ തലയിലേക്ക് കല്ലെടുത്തുന്നത് പോലെയാണ് പിന്നിലായി പോയവനെ കൂടുതൽ വേദനിപ്പിക്കുക എന്ന് പറയുന്നത്. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ ആരെയും ഞെരുക്കുകയല്ല വേണ്ടത്, എളുപ്പമാക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ വാക്യങ്ങളും ഇത്തരുണത്തിൽ നമ്മൾ ശ്രദ്ധേയമായി മനസ്സിൽ ഓർക്കേണ്ട ഒന്നാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, എന്ന് മാത്രമല്ല, ഈ SSLC റിസൾട്ട് വന്ന സമയത്ത് TV-യിൽ നമ്മൾ കണ്ട ഒരു കാഴ്ച, എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ ഒരു കുട്ടി പൊട്ടിക്കരയുകയാണ്. തന്റെ വിജയം കാണാൻ അച്ഛനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പല മക്കളും പരീക്ഷയുടെ ഫലം പുറത്തു വരും മുമ്പേ പരലോകം പോകുന്ന വാർത്തകളും നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ എന്നും അങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ ജീവിതമെന്നും ഒക്കെ ഇരിക്കെ അത്തരം പ്രതിസന്ധികളൊന്നും തരാത്ത റബ്ബിനെ ഓർത്ത്, പടച്ചവനെ ഓർത്ത് സന്തോഷിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. നേടിയ വിജയങ്ങളിൽ സന്തോഷിക്കാൻ, അവരെ പഠിപ്പിക്കാൻ, കൂടുതൽ ഉയരങ്ങൾ വെട്ടിപ്പിടിപ്പിക്കാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ, ഇതൊക്കെയാണ് രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടത്. ഈ കൂട്ടത്തിൽ ഒരു മോട്ടിവേഷൻ രംഗത്ത് പ്രസംഗിക്കുന്ന ഒരാളുടെ പ്രഭാഷണം, ആ സംസാരം കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, ഒരു കുട്ടി എല്ലാ വിഷയങ്ങൾക്കും A+ ആണ്, ഒരു വിഷയത്തിന് മാത്രം A ആയിപ്പോയി. രക്ഷിതാക്കൾ ഉടനെ ഈ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നത്, ഈ കുട്ടിക്കൊരു കൗൺസിലിംഗ് ആവശ്യമുണ്ട് എന്നാണ്. ആ മോട്ടിവേഷൻ സ്പീക്കർ പറയുന്നത്, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കുട്ടിക്ക് കൊടുക്കാം, പക്ഷെ ആ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ അച്ഛനും അമ്മയും കൂടെ വരണം. എങ്ങനെ? അവരുടെ SSLCയുടെ മാർക്ക് ലിസ്റ്റുമായിട്ട് വേണം വരാൻ. അദ്ദേഹം പറയുന്നു, 9 വർഷമായി ഇന്ന് വരെ അവർ വന്നിട്ടില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഒറ്റപ്പെടുത്തും മുമ്പ്, കുറ്റപ്പെടുത്തും മുമ്പ് അതിനുള്ള നമ്മുടെ യോഗ്യത കൂടി ഒന്ന് ചിന്തിച്ചാൽ പല പ്രഷറും കുറയും എന്നതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇസ്ലാം വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയ ഒരു ആദർശമാണ്. വിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ വാക്ക് പോലും ഇഖ്റ, വായിക്കുക എന്നാണെങ്കിൽ നിരവധി വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും അനവധി ഹദീസുകളും ഈ വിഷയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ പഠനത്തിലൂടെയും മനനത്തിലൂടെയും താൻ ആരാണ് എന്ന്, താൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചം എന്താണ് എന്ന്, മനുഷ്യ ജീവിതം എന്തിനാണ് എന്ന്, ഈ ജീവിതയാത്രയുടെ ഒടുക്കം എന്താണ് എന്ന് തീർച്ചയായിട്ടും തിരിച്ചറിയുന്ന ഒരു വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്, അത്തരം ഒരു വിവേകപൂർണമായ സഞ്ചാരത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലും, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും എല്ലാം ശാസ്ത്രീയമായി പഠിക്കുകയും അതിന്റെ ഗവേഷണങ്ങളൊക്കെ നടത്തപ്പെടേണ്ട മേഖലകളാണ്. പക്ഷേ അതിലൊക്കെയും ഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ബുദ്ധിമാന്മാർക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം എന്താണ്? യദ്കുറൂനല്ലാഹ, അല്ലാഹുവിനെ കുറിച്ച് നിന്നും ഇരുന്നും കിടന്നും, അഥവാ ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ കുറിച്ച സ്മരണ അവരുടെ മനസ്സുകൾക്ക് പ്രദാനം ചെയ്യുകയാണ് അതിന്റെ ഫലം എന്ന് നമ്മൾ അറിയണം. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലും അവർ ചിന്തിക്കുന്നു, ഗവേഷണം നടത്തുന്നു. എന്നിട്ട് അവർ പറഞ്ഞു പോകുന്നു, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, അല്ലാഹുവേ ഈ പ്രപഞ്ചം അതൊന്നും വെറുതെ ഉണ്ടായതല്ല, വെറുതെ ഉണ്ടാക്കിയതുമല്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഫഖിന അദാബന്നാർ,
ഞങ്ങളെ ആ നരകത്തിയിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന് അകറ്റണമേ. പ്രിയമുള്ള സഹോദരന്മാരെ, അന്തരംഗത്ത് അവർക്ക് ബോധ്യമായത് അന്തമില്ലാത്തവർ പറയുന്നത് പോലെയല്ല, യുക്തിവാദികൾ വാദിക്കുന്നത് പോലെയല്ല. ഈ പ്രപഞ്ചത്തിൻ യാദൃച്ഛികമായി രൂപപ്പെട്ടതല്ല, ആരും പിന്നിലില്ലാതെ പൊട്ടിത്തെറിച്ചതും പിന്നീട് തണുത്തുറഞ്ഞും രൂപപ്പെട്ടതല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് പോലെ റബ്ബന മാ ഖലഖത ഹാദാ ബാതില, വളരെ കൃത്യമായ ഉദ്ദേശത്തോടും പ്ലാനിങ്ങോടും കൂടി അള്ളാഹു സൃഷ്ടിച്ച, സംവിധാനിച്ച ഒരു സംവിധാനമാണ് പ്രപഞ്ചമെന്ന തിരിച്ചറിവാണ്. അതിന്റെ സ്വാഭാവികമായ ബാക്കി പത്രമാണ് ഈ ജീവിതയാത്രയുടെ അന്ത്യത്തിൽ വിചാരണക്കൊടുവിൽ പരാജയപ്പെട്ട് നരകത്തിൽ പോകാതിരിക്കാൻ ഞങ്ങളെ അതിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥന എന്ന് നമ്മൾ അറിയണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു കണ്ടന്റ്, വിശ്വാസത്തിന്റെ വർധനവ്, വിശ്വാസത്തിനുള്ള ഈ യഖീൻ നൽകുകയാണ് യഥാർത്ഥത്തിൽ പഠന പ്രക്രിയയിലൂടെ നടക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യ ജീവിത വിജയത്തെക്കുറിച്ച്, മനുഷ്യന്റെ ജീവിത വിജയത്തെക്കുറിച്ച് ഇസ്ലാമിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ് നൽകാനുള്ളത്. ഫമൻ സുഹസിയ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിന്റെ അകത്ത് കടക്കുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചത്. വിജയത്തിന്റെ മാനദണ്ഡം അത് മാത്രമാണ്. എത്ര വർണ്ണപ്പകിട്ടുള്ള, എത്ര വലിയ പ്രലോഭനങ്ങളോ എത്ര വലിയ പ്രശംസകളോ ഒഴുകിക്കൊള്ളട്ടെ, മാനവ ജീവിതത്തിന്റെ യഥാർത്ഥ വിജയം നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിന്റെ അകത്ത് കടക്കുകയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് നമ്മൾ നേടുന്ന വിദ്യാഭ്യാസവും നമ്മൾ തിരഞ്ഞെടുക്കുന്ന കലാലയങ്ങളും ഈ ലക്ഷ്യത്തിന് സഹായകരമായി തീരണമെന്നതാണ് ഏറ്റവും സുപ്രധാനമായ വിഷയം. എന്റെ രക്ഷിതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, യഥാർത്ഥത്തിൽ നമ്മൾ ഇഹലോകത്തെയാണ് ഏറെ സ്നേഹിക്കുന്നതെങ്കിൽ, ഇഹലോകത്തെയാണ് നമ്മളേറെ ഇഷ്ടപ്പെടുന്നത്, പരലോകത്തേക്കാൾ പ്രാമുഖ്യം കൊടുക്കുന്നതെങ്കിൽ, തീർച്ചയായും ഇഹലോകത്തിന്റെ വർണ്ണപ്പകിട്ടിൽ നമ്മുടെ മക്കൾ ആടിത്തിമിർക്കുന്നതും സന്തോഷിക്കുന്നതും മാത്രമേ നമ്മുടെ സ്വപ്നത്തിൽ തെളിയുകയുള്ളൂ. അവരുടെ ആഖിറത്തിനെ കുറിച്ചൊരാശങ്കയും നമുക്കുണ്ടാവുകയില്ല. വല്ല ആശങ്കയും വേവലാതിയും ഉണ്ടെങ്കിൽ അവരുടെ ഇഹലോക ജീവിതത്തിന്റെ സൗകര്യങ്ങളെ കുറിച്ച് മാത്രമാണെങ്കിൽ നമ്മൾ അറിയണം, അറ്റമില്ലാത്ത ആഖിറത്തിന്റെ അവസാനിക്കാത്ത നാളുകളെ കുറിച്ചാണ് തീർച്ചയായും നമ്മൾ ഭയപ്പെടേണ്ടത്. മറിച്ച് ഈ പറ്റേ കുറവുള്ള ഇഹലോക ജീവിതത്തിന്റെ ഹ്രസ്വമായ സമയത്തെ കുറിച്ചല്ല, അറ്റമില്ലാത്ത ആഖിറത്തിന്റെ അവസാനിക്കാത്ത ജീവിതത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ വിശ്വാസിയായ നമ്മൾ ഭയപ്പെടേണ്ടത്. പറ്റേ കുറവായ ഇഹലോക ജീവിതത്തിന്റെ സൗകര്യങ്ങളെ കുറിച്ച് മാത്രമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നല്ല, അള്ളാഹു നമ്മെ ഏൽപ്പിക്കുന്നത് തന്നെ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം എന്നതാണ്. മക്കളുടെയും ഇണയുടെയും സ്വർഗം കൂടി നമ്മുടെ ചുമതലയിൽ ഏൽപ്പിക്കുന്ന അള്ളാഹുവിന്റെ വാക്യമാണതെന്ന് നമ്മൾ ഓർക്കണം. കൂട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, നമ്മളുടെ മക്കളുടെ ഇഹലോകത്തെ ഭൗതിക വിഭവങ്ങളെ കുറിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ പേടിക്കേണ്ടതില്ല. കാരണം അത് അവർക്ക് ഇഹലോകത്ത് നിശ്ചയിച്ച മുഴുവൻ വിഭവങ്ങളും ലഭിച്ചിട്ടല്ലാതെ ഇഹലോകത്ത് നിന്നവർ പിരിയുകയില്ല എന്ന് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്, നമ്മൾ വിശ്വസിക്കുന്ന പ്രവാചകനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഏത് കോഴ്സിന് അയക്കുന്നുവെങ്കിലും, ഏത് കലാലയത്തിൽ അയക്കാൻ പണം ചിലവഴിക്കുന്നുവെങ്കിലും, നമ്മൾ ഒരിക്കലും നിസ്സാരമായി കരുതരുതാത്ത ഒന്ന് അവരുടെ ആഖിറത്തിന് അതെങ്ങനെ ബാധിക്കും എന്ന വിഷയമാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇന്നിപ്പോ യൂറോപ്പിലേക്കൊക്കെ പഠിക്കാൻ പോകുന്നവരുടെ തിരക്കാണ്. യൂറോപ്പിലേക്കൊക്കെ പഠിക്കാൻ പോകുന്നവർ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് തന്നെ ആ നാട്ടിലേക്കുള്ള ഒരു കുടിയേറ്റമാണ്. നമുക്കറിയാം, എല്ലാം അള്ളാഹുവിന്റെ ഭൂമിയാണ്. എല്ലാ വിജ്ഞാനങ്ങളെയും അള്ളാഹു പ്രോത്സാഹിപ്പിച്ചതാണ്. ഇത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ, ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ വിജ്ഞാനം ആർജിക്കൂ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ അനുചരന്മാരാണ് നമ്മൾ. പക്ഷെ അതേ സന്ദർഭത്തിൽ
മതമുക്തമോ മതവിരുദ്ധമോ ആയ ഒരു സംസ്കാരത്തോട് ലയിക്കാനാകരുത്. മറിച്ച് ഇസ്ലാമിക ആദർശത്തിൽ തുടരാനും അതിന്റെ പ്രബോധകരും പ്രാതിനിധ്യം വഹിക്കുന്നവരും പ്രചാരകരുമായി ജീവിക്കാൻ നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കാൻ, അവർക്ക് പ്രേരണ നൽകാൻ, അതിൽ ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. പുതിയ കലാലയങ്ങളെ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളോടും എനിക്ക് പറയുവാനുള്ളത്, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ക്യാമ്പസ് കലാലയങ്ങൾ, അവിടുത്തെ ക്യാമ്പസ് പ്രണയങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ സംഘടനകളുടെ സംഘടനകളുമൊക്കെ പിശാച് ചിലപ്പോൾ നമുക്ക് മനോഹരമായി തോന്നിപ്പിച്ചേക്കാം. എന്ന് മാത്രമല്ല, ഇസ്ലാമിക അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വേഷങ്ങളുമൊക്കെ പിന്തിരിപ്പനാണെന്ന് പറഞ്ഞു തരാൻ മനുഷ്യന്റെ വേഷം കെട്ടിയ പിശാചുക്കൾ വേറെയും നിങ്ങളെ സമീപിച്ചേക്കാം. അതുപോലെ തന്നെ എല്ലാ മദ്യവും മയക്കുമരുന്നും അശ്ലീലതകളുമൊക്കെ നിങ്ങളുടെ പരിഷ്കാരത്തിന്റെ അടയാളങ്ങളാണെന്ന് പറഞ്ഞു തരുന്നവർ വേറെയും നിങ്ങളെ സമീപിച്ചേക്കാം. പക്ഷെ 6 അടി മണ്ണിൽ ഒരു ദിവസം കുഴിച്ചു മൂടപ്പെടുമെന്നും അതിനൊരു പ്രായവുമില്ലെന്നും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്തു വെച്ച ഓരോന്നിനും മറുപടി പറയേണ്ടി വരുമെന്ന പരമാർത്ഥത്തെ നമ്മൾ വിസ്മരിക്കരുത്. രണ്ടാമതായി, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരും ലോകത്തറിയപ്പെട്ട മുഴുവൻ മഹാന്മാരുടെയും മഹത്വത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം ജീവിത വിശുദ്ധിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ പ്രവാചകന്മാർ മഅസൂമിങ്ങളായിരുന്നു, അല്ലെങ്കിൽ ആ വിശുദ്ധർ ആ നിലക്ക് ഉന്നതരായിരുന്നു എന്ന തിരിച്ചറിവ് ജീവിതത്തിന്റെ ഉയർച്ചയുടെ, ജീവിതത്തിന്റെ വളർച്ചയുടെ പാതയിൽ ആഗ്രഹിക്കുന്നവർ ഏറ്റവും മുറുകെ പിടിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ആഹ്വാനം ഓർമ്മപ്പെടുത്തുവാനുള്ളത്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഒരിക്കലും വിജ്ഞാനത്തെ, ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകരുത്. നമ്മൾ കൂടുതൽ പഠിക്കാൻ, നമുക്ക് നേടിയ അറിവുകളിൽ നിന്ന് മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്നു ഹംബൽ പറയുന്ന ഒരു വാക്കുണ്ട്, ലാ യസ്ബിതു അൻ തൽബിൽ ഇൽമി ഇല്ലൽ ജാഹിദ്. ഒരു വിഡ്ഢി മാത്രമാണ് ദീനിയായ വിജ്ഞാനം ആർജിക്കുന്നതിൽ നിന്ന് പിറകോട്ട് പോവുക, ഒരു വിഡ്ഢി മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്കറിയാം നുബുവത്ത് ലഭിക്കുന്നത് 40-ാമത്തെ വയസ്സിലാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ പണ്ഡിതന്മാരായി മാറിയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിച്ചാൽ 50-ലും 60-ലും ഒക്കെ ഈ വിജ്ഞാനത്തിന്റെ ഉന്നതങ്ങളിലേക്ക് നടന്നു കയറിയ മഹത്തുക്കളുടെ ചരിത്രമാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഏതു പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളവും ദീനിയായ വിജ്ഞാനം അത് ലഭിക്കാൻ കിട്ടുന്ന എല്ലാ സോഴ്സുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വ ഇന്നൽ അംബിയാ ലം യൂറസു ദീനാറൻ വലാ ദിർഹമ, തീർച്ചയായും പ്രവാചകന്മാർ ലോകത്ത് ബാക്കി വെച്ചത്, അവർ അനന്തരാവകാശമായി വിട്ടത് എന്തല്ല, ദീനാറും ദിർഹമുമല്ല, പണമല്ല, മറിച്ച് വരിസുൽ ഇൽമ ഫമൻ അഖദഹു, അവര് അനന്തരമായി വിട്ടത് വിജ്ഞാനമാണ്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഹിർ, ആരെങ്കിലും അത് സ്വീകരിക്കുകയാണെങ്കിൽ അതൊരു മഹാസൗഭാഗ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, തറക്തു ഫീകും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ബാക്കിയാക്കുകയാണ്, ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ പിഴക്കുകയില്ല. എന്നിട്ടും പറഞ്ഞു, കിതാബുല്ലാഹി വ സുന്നത്തി, അള്ളാഹുവിന്റെ ഗ്രന്ഥവും എന്റെ സുന്നത്തുമാണ്. ഇതൊക്കെ അനന്തര സ്വത്താണ്. നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പിതാവിന്റെ അനന്തര സ്വത്തിൽ നിന്ന് ഒരിക്കലും 1 സെന്റ് 1 ലിങ്സ് വിട്ടുകൊടുക്കാൻ ഒരർത്ഥത്തിലും സന്നദ്ധരല്ലാത്ത, വിട്ടുവീഴ്ചക്കും സന്നദ്ധരല്ലാത്ത ഒരു പ്രകൃതത്തിലാണ് നമ്മളുള്ളതെങ്കിൽ, അതേ പ്രവാചകൻ തന്നെ, അതേ പദം തന്നെ വിശുദ്ധ ഖുർആനില് തറക്ക എന്ന പദമാണ് അനന്തര സ്വത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞത്. മിമ്മാ തറക്കൽ വാലിദാൻ, നിങ്ങളുടെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ സ്വത്ത്, അതേ പദത്തിൽ തന്നെ പഠിപ്പിക്കുകയാണ്. തറക്തു ഫീകും അംറൈൻ, അതേ പ്രവാചകൻ തന്നെ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ 2 കാര്യങ്ങൾ ബാക്കി വെച്ചു പോകുന്നു. പക്ഷേ നമുക്കൊന്നിനോടെ താല്പര്യമുള്ളൂ, അതിഹലോകത്തിലെ ഭൗതികമായ സ്വത്തിനോട് മാത്രമാണ്. അതേ പ്രവാചകൻ അനന്തരാവകാശമായി വിട്ടുപോയ
വിജ്ഞാനത്തെക്കുറിച്ച്, ഖുർആനിനെ കുറിച്ച്, സുന്നത്തിനെ കുറിച്ച്, അത് പഠിക്കുന്നതിനെ കുറിച്ച് അതേ താല്പര്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. മറ്റു പലർക്കും നമുക്കറിയാം ഈ വിജ്ഞാനത്തേക്കാൾ പ്രധാനം പ്രവാചകൻ ഉപേക്ഷിച്ചു പോയ പ്രവാചകന്റെ വല്ല മുടിയുമുണ്ടോ, പ്രവാചകൻ ഉപയോഗിച്ച വല്ല വടിയുമുണ്ടോ, പ്രവാചകൻ കൊണ്ടുപയോഗിച്ച വല്ല ചെരുപ്പുമുണ്ടോ, അതിൽ ശ്രദ്ധ ചെലുത്തുന്നവർ വിജ്ഞാനത്തെ പ്രചരിപ്പിക്കാൻ പറഞ്ഞതിന് പകരം അനന്തരാവകാശമായ വിജ്ഞാനത്തെ പ്രചരിപ്പിക്കാൻ പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ പ്രവാചകൻ ഉപേക്ഷിച്ചു പോയ വല്ലതിനെയും വിറ്റ് പണമാക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ അറിയണം, വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ ഈ വിജ്ഞാന സമ്പാദനത്തെ പഠിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവൻ. ആ തിരിച്ചെത്തും വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ചു, ഒന്നുകിൽ നിങ്ങൾ പഠിപ്പിക്കുന്നവരാവുക അല്ലെങ്കിൽ പഠിക്കുന്നവരാവുക. ഇത് രണ്ടുമല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ ഉണ്ടാകരുത്. ഒട്ടനവധി ഹദീസുകൾ ഈ വിഷയ സംബന്ധമായി അള്ളാഹുവിന്റെ പ്രവാചകന്റേതായി നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് വിജ്ഞാന സമ്പാദനം എന്ന് പറയുന്നത് അതിമഹത്തായ ഒരു കർമ്മമാണ് എന്ന് മനസ്സിലാക്കി, നമ്മുടെ പ്രായം അതിനൊരു തടസ്സമല്ല എന്ന് മനസ്സിലാക്കി, നമുക്ക് സാധിക്കുന്നിടത്തോളം അത്തരം വിജ്ഞാനങ്ങൾ സമ്പാദിക്കണമെന്ന് കൂടി ഇത്തരം ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ചതമ്പുരാൻ നമ്മുടെ മക്കൾക്ക്, നമുക്ക് അവന്റെ ദീനിനോടുള്ള സ്നേഹവും താല്പര്യവും ഇഷ്ടവും വളർത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാലയങ്ങളും നല്ല കോഴ്സുകളും അതുവഴി ഇഹവും ലോകവും പരലോകവും വിജയിക്കുന്ന യഥാർത്ഥ വിജയികളിലും അള്ളാഹു അവരെയും നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രിയ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും സൂക്ഷിച്ചും മുത്തഖീങ്ങളായി ജീവിക്കാൻ ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും കാരുണ്യവാനായ റബ്ബ് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഏറ്റവും വലിയ വർഗീയ പ്രചാരണവുമായിട്ട് ആരും നിയന്ത്രിക്കാനില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. ആരെയും ഭയപ്പെടാനില്ലാത്തൊരു ഏകാധിപതിയെപ്പോലെ, എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയ ഒരാളെപ്പോലെ ഈ രാജ്യത്തിൻ്റെ സാമൂഹികാന്തരീക്ഷത്തിന് വലിയ കോട്ടം വരുത്തുന്ന ഒരു ചെയ്തിയുമായി മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മുടെ ശ്രദ്ധയിലുണ്ടാകും. ഇതുവരെയും കേരളത്തിലെ ചില ടീച്ചർമാരാണ് ആ വിഷയത്തിൽ മുമ്പിൽ നിൽക്കുന്നത് എന്നാണ് നമ്മൾ കരുതിയെങ്കിൽ അവരെയൊക്കെ പിന്നിൽ തള്ളി ഒന്നാം സ്ഥാനത്തിനുള്ള വലിയ വർഗീയ പ്രചാരണ മത്സരത്തിലെ ഒന്നാം സ്ഥാനത്തിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ പല സന്ദർഭങ്ങളിലും സൂചിപ്പിച്ചതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശ സമൂഹം എന്ന നിലക്ക് നമ്മുടെ മനുഷ്യബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിം സമൂഹത്തെക്കുറിച്ചുമുള്ള തെറ്റിദ്ധാരണകൾ എല്ലാ അർത്ഥത്തിലും നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് വേണം നമ്മളൊക്കെയും മുന്നോട്ട് പോകാനെന്ന് ഈ സന്ദർഭത്തിൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ സമ്പത്ത് ഒരു മുസ്ലിം സമുദായത്തിന് മാത്രമായി പകുത്തു നൽകാൻ സാധ്യമല്ല. ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ കണക്ക് പ്രകാരം എല്ലാ സമുദായങ്ങളെപ്പോലെയും അതിൻ്റെ വർധനവ് കുറവാണ്. ഇതൊക്കെ കണക്കും വസ്തുതകളും ഒക്കെ ആയിരിക്കെ അതൊന്നും ആവശ്യമില്ല. മറിച്ച് വോട്ടിന് വേണ്ടി തകർക്കാൻ ശ്രമിക്കുന്ന ബന്ധങ്ങൾ, പക്ഷേ തകർക്കാൻ സമ്മതിക്കാത്ത ഊഷ്മളമായ മനുഷ്യബന്ധങ്ങൾ കൊണ്ട്, നമ്മുടെ സ്വഭാവവും സംസ്കാരവും കൊണ്ട്, ഈ ഉമ്മത്തിൻ്റെ സ്വഭാവവും സംസ്കാരവും കൊണ്ട്
ഇതര മനുഷ്യരെ ആകർഷിക്കാനും അവരെ സ്നേഹിക്കാനും അവരുമായുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കാനും തീർച്ചയായും നമ്മൾ വീണ്ടും ശ്രമിക്കണം, കൂടുതൽ ശ്രമിക്കണമെന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ഈ വിഷപ്രചാരണങ്ങളെയൊക്കെ മറികടന്ന് നല്ല ഒരു സാമൂഹിക സാഹചര്യം രൂപപ്പെടാൻ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹു ശാന്തിയും സമാധാനവും നിറഞ്ഞ ഇസ്ലാമികമായി ജീവിക്കാനും ഇസ്ലാമികമായ സംസ്കാരത്തെ നിലനിർത്താനും കഴിയുന്ന നല്ലൊരു അന്തരീക്ഷം നൽകി അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യനിവാസികളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട്. ഒന്നൊരു പ്രാർത്ഥനയാണ്. പാലക്കാട് പുതുപ്പള്ളി തെരുവിലുള്ള ഷഹീദ എന്ന പേരുള്ള ഒരു സഹോദരി ബ്രെയിൻ ട്യൂമർ ബാധിച്ച് വളരെ പ്രയാസത്തിൽ, വേദന സഹിക്കാൻ കഴിയാതെ ഒരവസ്ഥയിലാണുള്ളത്. അവരുടെ സഹോദരി ആണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. നമുക്ക് പടച്ച തമ്പുരാൻ, അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമേകുന്നവനാണ്. കരുണാവാരിധിയായ റബ്ബ് അവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരനുഭവിക്കുന്ന വേദനകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു ആശ്വാസമേകുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനവും ശാന്തിയും സ്വസ്ഥതയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ മുമ്പ് നടത്തി വന്നിരുന്ന ഒരു കളക്ഷൻ ഉണ്ട്. നമ്മുടെ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാൻ നമുക്ക് അനിവാര്യമായതുകൊണ്ട് നമ്മൾ മുമ്പൊരിക്കൽ നടത്തിയിരുന്നു. ഇന്നും അൽഹംദുലില്ലാഹ് ഒരു കളക്ഷൻ നടക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ പരിപാലനത്തിനാണ്. ആ ഒരു നെയ്യത്തോടു കൂടി നമുക്ക് സാധ്യമാകുന്നത്ര അതിൽ നൽകണമെന്ന്, അതിനെ പിന്തുണക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ എല്ലാ നല്ല ശ്രമങ്ങളെയും അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ബറക്കത്തും റഹ്മത്തും അള്ളാഹു വർഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ നല്ലതായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഏറ്റവും ഭംഗിയായി അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. എല്ലാം എളുപ്പമാക്കി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും സമാധാനവും സ്വസ്ഥതയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട എല്ലാവർക്കും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യവും സ്നേഹവും അള്ളാഹു നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. ലാ തശ്വി ഖൽഖനാ ബിന്നാർ ഇന്നഹാ ബിഅസദ് ദാർ വബിഅസൽ മസ്വാ വബിഅസൽ ഖറാർ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم